എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അക്കൗണ്ട്സിന്റെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരുമിച്ചിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാ നമുക്കൊന്ന് നോക്കാം. അപ്പം മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതൊന്ന് കാണാൻ ശ്രമിക്കുക. ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യമേ പറയാം, നിങ്ങൾ ക്ലാസ് കണ്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോ ക്വസ്റ്റ്യൻ ഒന്ന് ബോർഡിൽ എഴുതും. അപ്പൊ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. കാരണം നമ്മൾ ബോർഡ് മായ്ച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക. ആദ്യം തന്നെ ഞാൻ ഓരോ ഹെഡും ഞാൻ പറയും, ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ ഹെഡ്സും ഞാൻ പറയും. അതൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എഴുതിയെടുക്കുക. ഞാൻ പറയും, പറയുന്നതിന്റെ കൂടെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെയാണ് എഴുതുക, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക. അപ്പൊ ഞാൻ അവിടെ ടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക. എത്ര രൂപയാണ്, 6000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് പർച്ചേസ് ആണ്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. പർച്ചേസ് 16,800 രൂപ എന്ത് വന്നിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 16,800 രൂപയ്ക്ക് ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പർച്ചേസ് റിട്ടേൺ. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, നമുക്കറിയാം. അടുത്തതായിട്ട് കേരേജ് ഇൻവേർഡ്സ് ആണ്. കേരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാല് പർച്ചേസിൽ വരുന്ന എക്സ്പെൻസ് ആണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് മൊത്തം നമ്മൾ എവിടെയാ കാണിക്കേണ്ടത്, നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് കേരേജ് ഇൻവേർഡ്സ് എവിടെയാ വരിക, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അടുത്തതായിട്ട് എന്താണ്, വേജസ് ആണ്. 9,000 രൂപ എന്ത് വന്നിട്ടുണ്ട്, വേജസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, വേജസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് വേജസ്. ഫാക്ടറി മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളൊക്കെ എന്ത് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് എവിടെ വരും, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്, വേജസ് നമ്മൾ എവിടെ കാണിക്കുക, നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. അടുത്തത് നമുക്ക് സെയിൽസ് ആണ്. 29,250 രൂപ സെയിൽസ് വന്നിട്ടുണ്ട്. ഈ ഒരു സെയിൽസും നമുക്കറിയാം എന്താണ്, ഡയറക്റ്റ് ഇൻകം ആണ്. എന്ത് എന്ന് പറഞ്ഞാല് സെയിൽസ്. അപ്പൊ ഡയറക്റ്റ് ഇൻകം എവിടെ കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് വരിക, ഡയറക്റ്റ് ഇൻകം നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ഇതും എവിടെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അടുത്തത് നമുക്കറിയാം സെയിൽസ് റിട്ടേൺ 950. സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസിൽ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. അതുകൊണ്ട് ഇതും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അടുത്ത നമ്മൾ നോക്കുക സാലറി 1100. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓഫീസ് എക്സ്പെൻസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഓഫീസ് എക്സ്പെൻസ് മൊത്തം എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത് ഇൻഷുറൻസ് പെയ്ഡ്. അപ്പൊ വെറും ഇൻഷുറൻസ് പെയ്ഡ് എന്ന് പറഞ്ഞാലും ഒരു ഓഫീസ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇനി മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് എക്സ്പെൻസ് അല്ല, അത് നമ്മൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇവിടെ ഇൻഷുറൻസ് പെയ്ഡ് എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഓഫീസ് എക്സ്പെൻസ് ആണ്. നമുക്ക് എവിടെ കാണിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം.
അടുത്ത ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക ഒരു എക്സ്പെൻസ് ആണ്, അത് സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ അത് എവിടെ കാണിക്കണം? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. അടുത്ത നമുക്കറിയാം ട്രേഡ് എക്സ്പെൻസ്. ഇത് എല്ലാവരോടും തെറ്റിപ്പോകും. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന പൈസയാണ്. അതൊരിക്കലും ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടുപോയി എഴുതരുത്. അത് എന്ത് എക്സ്പെൻസ് ആണ്? ഇൻഡയറക്റ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കാണിക്കാൻ വേണ്ടി. അടുത്ത നമുക്ക് റെന്റ് റിസീവ്ഡ് ആണ്, റെന്റ് കിട്ടുകയാണ്. ഡയറക്റ്റ് ഇൻകം അല്ല, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. കാരണം ഡയറക്റ്റ് ഇൻകം ആയിട്ട് നമ്മൾ പഠിച്ചത് സെയിൽസ് ആണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ലാസ്റ്റ് വൺ ആണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കറിയാം സ്റ്റോക്ക് എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരിക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലൂടെ വരും, അത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കാം? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ വരും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ വരും നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങാം. നമുക്കിനി ഫോർമാറ്റ് വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫോർമാറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്ത്? ബോർഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഫോർമാറ്റ് ഹെഡ് ഞാൻ കൊടുത്തു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കൊടുത്തു? ഞാൻ ഇവിടെ ഹെഡ് കൊടുത്തു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ രണ്ട് കോളം പർട്ടിക്കുലേഴ്സ് എമൗണ്ട് നമ്മൾ കോളംസും വരച്ചു. ഇനി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? നിങ്ങളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണാം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാണാൻ വേണ്ടി പോകുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കാണ്. ആദ്യം തന്നെ നമ്മൾ ഇത് ഡെബിറ്റ് സൈഡ് ആണ് നമുക്കറിയാം, അതേപോലെ തന്നെ ഇത് ക്രെഡിറ്റ് സൈഡ് ആണെന്നുള്ളതും നമുക്കറിയാം. അപ്പൊ ഡെബിറ്റ് സൈഡ് നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചു. എത്ര രൂപയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്? 6000 രൂപയാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് എത്രയാണ്? 6000 രൂപയാണ്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചു. എത്ര രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്? 6000 രൂപ. അടുത്ത നമ്മളിവിടെ പർച്ചേസ്. നമ്മളുടെ പർച്ചേസ് നമുക്ക് എത്രയാ പർച്ചേസ് വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനില് 16,800 രൂപയാണ് നമ്മുടെ പർച്ചേസ്. അപ്പൊ എത്രയാ വന്നത്? 16,800 രൂപയാണ് പർച്ചേസ്. പക്ഷെ നമ്മുടെ നെറ്റ് പർച്ചേസ് ഇതല്ല. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ലെസ് റിട്ടേൺ എത്രയാ വന്നത്? 800 രൂപ. അപ്പൊ നമ്മൾ നെറ്റ് പർച്ചേസ് 16,000 രൂപയായിരിക്കും. നെറ്റ് പർച്ചേസ് എത്രയാ വന്നത്? 16,000 രൂപയ്ക്കും നെറ്റ് പർച്ചേസ് വന്നിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ മാർക്ക് ചെയ്തതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ മാർക്ക് ചെയ്തതിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് പർച്ചേസുമായിട്ടും പ്രൊഡക്ഷനുമായിട്ടും ബന്ധപ്പെട്ട വല്ല എക്സ്പെൻസുകളും അതിലുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാരേജ് ഇൻവേർഡ് വന്നിട്ടുണ്ട്. കാരേജ് ഇൻവേർഡ് നമുക്കറിയാം ഒരു എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി? ഞാൻ കാരേജ് ഇൻവേർഡ്സ് എത്രയാ വന്നത്? കാരേജ് ഇൻവേർഡ്സ് 450 രൂപ. അപ്പൊ കാരേജ് ഇൻവേർഡ്സ് കാണിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, വേറെ വല്ല ഡയറക്റ്റ് എക്സ്പെൻസും വന്നിട്ടുണ്ടോ നോക്കുക. വേറെ ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നമുക്ക് വേജസ് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതും കൂടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? വേജസ് കാണിച്ചു. വേജസിന്റെ എമൗണ്ട് എത്രയാ വന്നത്? 9,000 രൂപ. എന്ത് വന്നിട്ടുണ്ട്? 9,000 രൂപ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? വേജസും വന്നിട്ടുണ്ട്. ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എഴുതി. അപ്പൊ ഇനി വല്ല നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വല്ല ഡയറക്റ്റ് എക്സ്പെൻസും ഇനിയും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്ത് കാണിക്കണം? നമ്മള് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കാണിക്കണം. ഇപ്പൊ നമുക്ക് ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയുള്ളൂ? നമുക്കുള്ളൂ. ഇനി നമ്മള്
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാ, നമ്മുടെ ഡയറക്റ്റ് ഇൻകം കാണിക്കാം. നമുക്ക് ഡയറക്റ്റ് ഇൻകം വല്ലതും വന്നിട്ടുണ്ടോ നോക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം നമ്മുടെ സെയിൽസ് ആണ്. എത്ര രൂപ സെയിൽസ്? 29,250 ആണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ സെയിൽസ് വന്നിട്ടുള്ളത്. അപ്പൊ നെറ്റ് സെയിൽസ് അതാണോ നമ്മുടെ? അല്ല. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പം ഇവിടെ ലെസ് റിട്ടേൺ. എത്രയാ റിട്ടേൺ വന്നത്? 950 രൂപയാണ് വന്നത് നമ്മുടെ എന്ത് സെയിൽസ് റിട്ടേൺ. അപ്പൊ നമ്മുടെ നെറ്റ് സെയിൽസ് എത്ര വരിക? 28,300. ഇനി നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്തുകൂടി കാണിക്കണം? നമുക്കറിയാം, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഹെഡും കൂടി ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഏതാ നമുക്ക് വരുന്ന ഹെഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ വന്നത്? 7,500 രൂപ. അപ്പൊ ഇത്രയും ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി. നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. എവിടെയാണോ കൂടുതലുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 35,800 നമ്മുടെ ഈ ഒരു സൈഡ്, നമ്മുടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോ നമുക്ക് 35,800 കിട്ടി. ഏത് സൈഡ് കൂട്ടിയപ്പോഴാണ്? ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോ 35,800 കിട്ടി. ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോ നമ്മൾ എങ്ങോട്ടേക്ക് എത്തുന്നില്ല? നമ്മുടെ 35,800ലേക്ക് എത്തിയിട്ടില്ല. ഡെബിറ്റ് സൈഡ് എന്താണ്? കുറവാണ്. അപ്പൊ ഏത് സൈഡാ കുറവ് വന്നേ? ഡെബിറ്റ് സൈഡ് കുറവാണ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കൂടുതൽ എമൗണ്ട് രണ്ട് സൈഡ് എഴുതും നമുക്കറിയാം. അപ്പൊ ഞാൻ ഇവിടെ 35,800 എഴുതി. ഇനി ഇവിടെ കൂട്ടിയപ്പോ കിട്ടിയ എമൗണ്ട്, അതായത് കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂട്ടിയപ്പോ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തെന്ന് ലെസ് ചെയ്യാണ്? ഈ ഒരു 35,800 നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാല് അതായിരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അതായത് 35,800 മൈനസ് ഈ ഒരു കൂട്ടിയ എമൗണ്ട്. 35,800 നിന്ന് ഈ കൂട്ടിയ എമൗണ്ട്. കാരണം നമ്മുടെ ഡെബിറ്റ് സൈഡ് ആണ് കുറവ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അതിനർത്ഥം നമ്മുടെ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ വന്നത്? 4,350 ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. എത്ര രൂപ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്? 4,350 രൂപ. നേരെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ 4,350 ഇവിടെ കാണിച്ചു. ദെൻ നമ്മുടെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താ എഴുതുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരേണ്ട ഹെഡുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം എഴുതണം. ആദ്യം നമ്മൾ നോക്കാം എന്താ അതിനെ വന്നിട്ടുള്ളത്. നമ്മുടെ ഹെഡായിട്ട് വന്നിട്ടുള്ളത് സാലറിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണിച്ചു? ഞാൻ സാലറീസ്. സാലറീസിന് എമൗണ്ട് എത്രയാ വന്നത്? 1,100. പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണെന്ത്? ഇൻഷുറൻസ് പെയ്ഡ്. എത്രയാ വന്നിട്ടുള്ളത്? 400 രൂപയാണ് നമ്മുടെ ഇൻഷുറൻസ് കൊടുത്തത്. അടുത്ത നമ്മുടെ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എത്രയാ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത്? അതും 400 രൂപയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത്. അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് ട്രേഡ് എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് എത്രയാണ് വന്നത്? 1000 രൂപയാണ് എഴുതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് മാർക്ക് ചെയ്തത് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഈ നേരെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് മാത്രമുള്ളത്? നമ്മുടെ എന്താണ്? റെന്റ് റിസീവ്ഡ് ആണ്. എത്രയാ വന്നത്? 600 രൂപയാണ് വന്നത്. അപ്പൊ ഇത്രയും ചെയ്തപ്പോ നമ്മുടെ എന്തായി? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ്? പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നോക്കാം. രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4,950 കിട്ടും. നമുക്ക് എത്ര രൂപ കിട്ടുക? ഇവിടെ കൂട്ടി 4,950 കിട്ടി. ഇവിടെ കൂട്ടിയപ്പം എത്ര ഇല്ല? 4,950 ഇല്ല. ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോ ഇല്ല. അപ്പൊ നമ്മൾ കൂടുതൽ അങ്ങോട്ട് രണ്ട് സൈഡ് എഴുതി 4,950. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
ഇവിടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഏതിൽ നിന്ന് ലെസ് ചെയ്യുക, കൂടുതൽ എമൗണ്ട് ആയിട്ടുള്ള 4950 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് കുറവാണ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പൊ നമുക്കറിയാം ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. എത്ര രൂപ നെറ്റ് പ്രോഫിറ്റ്? 2050 ആയിരിക്കും നമുക്ക് കിട്ടുക. 4950 നിന്ന് ഈ കൂട്ടിയ എമൗണ്ട്, കുറവുള്ള കൂട്ടിയ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണത് 2050. നമ്മളെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്ത്, കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എന്ത് കണ്ടു, നെറ്റ് പ്രോഫിറ്റും കണ്ടു, ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്തു, നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്ന ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത് ഏതൊക്കെയാണ് എഴുതി വെക്കാം. അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ് എഴുതി വെക്കുക. എന്നിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കഴിയും. അപ്പൊ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.